സേവാ ഭാരതി, ഓ സേവാ ഭാരതി. ഏവർക്കും ജുവൽ ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. കുറച്ചു ദിവസം മുന്നേ സേവാഭാരതിയുടെ പ്രഭാത ഭക്ഷണ വിതരണത്തെപ്പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെയധികം സജ്ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും വലുതും ചെറുതുമായ സംഭാവനകൾ അയക്കുകയും ചെയ്തു. എല്ലാവർക്കും വളരെ നന്ദി. ജൂൺ 19 പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പുത്തൻകുളം അച്ചൂസ് വില്ലേജ് അച്ചുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീ വിജയകുമാറും കുടുംബവുമാണ്. സേവാഭാരതിയുടെ ക്ഷണമനുസരിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയതും ഈ പ്രഭാത ഭക്ഷണ വിതരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. സേവനമാകട്ടെ ജീവിത ലക്ഷ്യം, മാർഗം സേവാ ഭാരതിയാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ സേവാഭാരതിയുടെ കല്ലുവാക്കൽ സേവാഭാരതിയുടെ ട്രഷറർ രാധാകൃഷ്ണൻ വീണ്ടും ഈ മീഡിയയുടെ മുമ്പിൽ വന്നത് പുത്തൻകുളം ജുവൽ ജംഗ്ഷൻ മീഡിയയുടെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ സേവാഭാരതിയുടെ ഈ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മീഡിയയിൽ വന്നിരുന്നു. അത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ധാരാളം പേര് ഈ അവരുടെ വീടുകളിലെ കുട്ടികളുടെ ബർത്ത്ഡേ, അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരുടെ പലരുടെയും മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്, വാർഷിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ അവരുടെ വിവാഹ വാർഷികാഘോഷം, അങ്ങനെ തുടങ്ങുന്ന പ്രധാനപ്പെട്ട പരിപാടികൾക്കെല്ലാം തന്നെ ഇവിടേക്ക് സംഭാവന നൽകാമെന്ന് പറഞ്ഞ് ധാരാളം പേരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രഭാത ഭക്ഷണ പരിപാടികൾ വളരെ പൂർവാധികം ഭംഗിയായി നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിനെ സഹായിച്ച ജുവൽ ജംഗ്ഷൻ മീഡിയ വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്നിവിടെ കഞ്ഞിസദ്യ പകുതി ആയപ്പോഴേക്കും പെരുമഴയെത്തി. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കഞ്ഞി വാങ്ങാനായി വളരെയധികം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുണ്യകർമ്മത്തിന്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സംഭാവനകൾക്കും സേവാഭാരതി കൃത്യമായ റെസിപ്റ്റുകൾ നൽകുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു പൂർണ്ണമായ ഒരു മഴ ചെയ്യുന്ന സമയത്തൊരു സംവിധാനമില്ല. അതിന് വേണ്ടിയിട്ടൊരു സൂപ്രണ്ടിനോട് ഞങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു സ്ഥലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രഭാത ഭക്ഷണവും അതുപോലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, ഞങ്ങളിത് പ്രഭാത ഭക്ഷണം പരിപാടി മാത്രമല്ല സേവാഭാരതി ഞങ്ങളിവിടെ ബ്ലഡ് കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. വളരെ അത്യാവശ്യമായിട്ട് ഓടി വരുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ സേവാഭാരതി പ്രവർത്തകർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചികിത്സയ്ക്ക് വേണ്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കൂളുകളും മറ്റ് കെട്ടിടങ്ങളും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന പരിപാടികളുണ്ട്. അപകടങ്ങൾ വരുന്ന സമയത്ത് സേവാഭാരതിയുടെ പ്രവർത്തകരുടെ സഹായങ്ങൾ എപ്പോഴും വേണമെങ്കിലും ലഭ്യമാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമായിട്ട് ഇത് വളർന്നു വികസിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിന് സംഭാവന നൽകിയത് പുത്തൻകുളം സ്വദേശിയായ ശ്രീമാൻ വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ അച്ചുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഇന്ന് നടത്തിയത്. ശ്രീമാൻ വിജയകുമാർ അച്ചുവിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേടുന്നതോടൊപ്പം ശ്രീമാൻ വിജയകുമാർ, ഭാര്യ, കുടുംബാംഗങ്ങൾ മുഴുവൻ പേർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവരുടെ കുടുംബത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേവനമാകട്ടെ ജീവിത ലക്ഷ്യം, മാർഗം സേവാ ഭാരതിയാകട്ടെ. സേവാഭാരതി. സേവാഭാരതിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ജുവൽ ജംഗ്ഷൻ മീഡിയ.